ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കില്ലെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഇനി എങ്ങനെയായിരിക്കും ബംഗ്ലാദേശിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം? ബംഗ്ലാദേശിന് തന്നെ അറിയാം, എന്ത് പറഞ്ഞാലും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. പിന്നെ എന്തിനു ഈ ആവശ്യം ഉന്നയിക്കുന്നു വെച്ചാൽ, ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, അതിനനുസരിച്ച് നടപടിയെടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭാവിയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വരും എന്നുകൂടെ അവരെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനുള്ള അവസരം തരാമെന്നാണ് പറയുന്നത്. പക്ഷേ ജയിലിൽ പോകേണ്ടി വരും. ഇപ്പോൾ ഷെയ്ഖ് ഹസീന വരികയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപേക്ഷ കൊടുക്കാനായിട്ട്, അപ്പീൽ കൊടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരാമെന്നാണ് മുഹമ്മദ് യൂനസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ വലിയൊരു കെണിയാണ്. കാരണം സുപ്രീം കോടതിയിലെ ന്യായം പറയുന്ന ജഡ്ജിമാരെ എല്ലാം മാറ്റിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനി ഷെയ്ഖ് ഹസീന ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കങ്കാരു കോർട്ട് പ്രഖ്യാപിച്ച വിധി തന്നെയായിരിക്കും അവിടെയും വരാൻ പോകുന്നത്. കാരണം ഇതിനകത്തും മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഈ കോർട്ട് ഷെയ്ഖ് ഹസീന ഉള്ളപ്പം വന്ന കോർട്ടാണ്, പക്ഷേ അതിനകത്തെ ആളെ മുഴുവൻ മാറ്റി. അപ്പോൾ അവർ പറയുന്നത് ഹസീനയുടെ കോർട്ടാണ്, ഹസീന നിശ്ചയിച്ച കോർട്ടാണ്, ആ കോർട്ടല്ലേ അവരെ കുറ്റക്കാരെയാക്കി വിധിച്ചത്. അങ്ങനെയല്ല, അതിനകത്തെ അലകും പിടിയും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവരെ വിരട്ടിയും വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന വിധത്തിൽ ഉത്തരവ് ഇറക്കിക്കോണം. അങ്ങനെയാണ് ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് നാളുകളെ നാം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ മികച്ച സൗഹൃദത്തിലേക്ക് പോവുകയാണ്. ഇത് ഇത്തരം നീക്കങ്ങളെയല്ല സ്വാധീനിക്കുന്നുണ്ടോ? ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞു, പാകിസ്ഥാൻ്റെ കൈയുണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞു, അല്ലേ? അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്രവർത്തികളും. അതോടെ ഒരു ജൻസി കലാപമല്ല. അവിടുത്തെ കുട്ടികളുടെ ഒരു സംവരണം, യുവാക്കളുടെ സംവരണം എന്നൊരു വിഷയത്തിൽ ഇത്ര വലിയ ഒരു കലാപം ഉണ്ടാകാനുള്ള ന്യായമില്ല. ന്യായമുണ്ട്. ആ ന്യായം ഹസീന നിഷേധിച്ചെങ്കിലല്ലേ. ഹസീന അതിനോട് ഡിസ്കഷനും നമുക്കിതിൽ വേണ്ടത് ചെയ്യാമെന്നൊക്കെയുള്ള രീതി തന്നെയാണ് അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയ കലാപത്തിനുള്ള സ്കോപ്പ് അപ്പോഴില്ല. പക്ഷേ അതൊരു കലാപമാക്കി മാറ്റി, ആ വിഷയത്തെ വളരെ വലുതാക്കിയെടുത്ത് ജൻസി കലാപമാക്കി കൊണ്ടുവന്ന്, ജൻസി കലാപമൊന്നും അങ്ങനെ ബംഗ്ലാദേശിലൊന്നും പിന്നെ ഒറ്റയടിക്ക് ഭരണം പിടിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതിന് പിന്നിൽ അകത്തു നിന്നും പുറത്തു നിന്നും വളരെ പ്ലാനിങ്ങോടുകൂടി പട്ടാളത്തിൽ വരെ വേണ്ട മുൻകരുതലുകൾ നടത്തി ഷെയ്ഖ് ഹസീനെ പൂട്ടുന്ന വിധത്തിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് നാട് വിട്ട് പോരേണ്ടി വന്നത്. അപ്പോൾ അതൊരു പ്ലാൻഡ് ആയിരുന്നു, ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പെട്ടുപോയതാണ്. ഷെയ്ഖ് ഹസീനയോട് മുമ്പേ തന്നെ അമേരിക്കൻ ഗവൺമെൻറ് പിന്നെ ഡീപ് സ്റ്റേറ്റൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള തങ്ങൾ പറയുന്ന സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അതിനവർ എതിർത്തു. അതിനെ എതിർക്കാൻ കാര്യം വെച്ചാൽ അവർക്കറിയാം അവരെ സംരക്ഷിക്കുന്നത് ഇന്ത്യയാണെന്ന്, അവരുടെ രാജ്യത്തിന് വേണ്ടത് കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന്. വൈദ്യുതി, ജലം മുതൽ മരുന്നുകൾ ഉൾപ്പെടെ അവശ്യകാലങ്ങളിൽ അല്ലാത്തപ്പോഴും എല്ലാ സേവനങ്ങളും കൊടുത്ത് ആ രാഷ്ട്രത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഇന്ത്യയാണെന്ന് ഷെയ്ഖ് ഹസീനയ്ക്കറിയാം. ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബ് റഹ്മാൻ വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഹസീന വിദേശത്തായിരുന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർ വന്ന് തീർന്നു പോയനെ. അവരെ പിന്നെ സംരക്ഷിച്ച് നിർത്തിയത് ഇന്ത്യയാണ്. അന്നും ഇന്ത്യയാണ് അവരെ രക്ഷിച്ചു നിർത്തിയതും അവരുടെ അവാമി ലീഗിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും ഇന്ത്യയാണ്. ഈ സത്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരൊരിക്കലും ഇന്ത്യയെ തള്ളി പറയില്ല. അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റിൻ്റെയും അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ വാദങ്ങൾ, അല്ലെങ്കിൽ തീവ്രവാദികളുടെ അടക്കമുള്ള വാദങ്ങളിൽ അവർ വീഴാതെ നിന്നത്. ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ സൗഹൃദവുമായാണ് ബംഗ്ലാദേശുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ആവശ്യമാണ് ഇന്ത്യയുമായി ശത്രുതയിൽ ഇരിക്കുക എന്നത്. ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? അത് നമ്മൾ നേരത്തെ തന്നെ കണക്കൂട്ടിയിരുന്നതാണല്ലോ. അമേരിക്കയുമായിട്ട് നമ്മൾ ട്രേഡിൽ വന്ന മാറ്റം തന്നെ എന്തിനാണ്? അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒന്ന് കൊച്ചാക്കി നിർത്തണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു അസീം മുനീറായി നിൽക്കണം എന്നുള്ളതാണ്. അവിടെ ചെന്ന് ട്രംപിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയും ഒരു ബോട്ട് പോളിഷറായിട്ട് നിൽക്കുകയും ചെയ്യുന്ന അസീം മുനീറിൻ്റെ ഏതാണ്ട് അതേ നിലവാരം, അത്രയ്ക്ക് അവരുദ്ദേശിക്കുന്നില്ല എങ്കിലും അതേപോലെയൊക്കെ നിൽക്കുന്ന ഒരാളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറണം. ഇന്ത്യയുടെ ഭരണകൂടം മാറണം. ഇന്ത്യയിലെ പലരും ഇങ്ങനെ തലകുറിഞ്ഞാണ് നിന്നിരുന്നത്. നമ്മളിത് അറിയാത്തതുകൊണ്ടാണ്. മൻമോഹൻ സിംഗിനെ അടക്കം പിന്നെ അവിടുന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയതായിട്ട് തലകുറിഞ്ഞ് നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് മുംബൈ അറ്റാക്ക് വന്നപ്പോൾ നമ്മൾ തിരിച്ചടിക്കാഞ്ഞത്. 1998 മുംബൈയിൽ ഇന്ന് ഡൽഹിയിൽ 32 ഇടത്ത് നടത്താൻ പ്ലാൻ ചെയ്ത ഒരു ആക്രമണമില്ലേ, ഭീകരാക്രമണം. ആ ആക്രമണത്തിൻ്റെ ഒരു മോഡൽ മുംബൈയിൽ ഭംഗിയായിട്ട് അവർ നടത്തിയതാണ്. അതിൻ്റെ 32 എണ്ണമാണ് ഇപ്പോൾ നടത്താൻ പ്ലാൻ ചെയ്തത്.
അപ്പോൾ അന്ന് ഒരെണ്ണം നടന്നപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ ആവശ്യമുണ്ടെന്നാണ് ഇന്ത്യയിലെ ആർമിയും പിന്നെ റോയ് അടക്കമുള്ളവർ പറഞ്ഞതാണ് ഇതിന് തിരിച്ചടി കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് തിരിച്ചടി കൊടുത്തില്ല? അമേരിക്കയിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയില്ല. അപ്പോൾ അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പലരും, ഇന്ദിരാഗാന്ധി ഒഴിച്ച് പല ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ഇറാൻ മോളികളായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. തുടർച്ചയായി തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യ ഇക്കാര്യത്തിൽ മൗനം തന്നെ പാലിക്കുമോ? മുൻപ് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ പരിഗണിക്കാറില്ലല്ലോ. ഈ വിഷയം അത്തരം ഒരു പുച്ഛിച്ച് തള്ളുമോ? അത് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന പോലെയാണ്, എന്താ പാകിസ്ഥാനെ പേടിച്ചാണോ മിണ്ടാത്തത്, അല്ലെങ്കിൽ അമേരിക്കയെ പേടിച്ചാണോ മിണ്ടാത്തത്? അല്ല, ബംഗ്ലാദേശിനെ പേടിച്ചാണോ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിനെ പേടിച്ചല്ല മിണ്ടാത്തത്, നമ്മൾ മിണ്ടുകയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ വാണിംഗ് ഇല്ല, മിണ്ടാട്ട്. കാരണം നമ്മൾ 75 വർഷമായിട്ട് വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 1980-കൾ മുതൽ നടക്കുന്ന ഈ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ കാരണങ്ങൾ വിദേശ ശക്തികളാണ്. അന്നെല്ലാം നമ്മൾ വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനാണെങ്കിൽ 47 മുതൽ വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിക്കരുത്, നിങ്ങളെ രണ്ടാക്കി തന്നു, നിങ്ങൾ വേറെ 2 നേഷൻ തിയറി അംഗീകരിച്ചു, ഇനി നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പം ഇനി വാണിംഗ് ഇല്ല. പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാണിംഗ് ഇല്ല. ഇനി ഓരോ തീവ്രവാദ അറ്റാക്കും ഒരു യുദ്ധമായി കണക്കാക്കും, ഇന്ത്യയോടുള്ള യുദ്ധമായി കണക്കാക്കും. യുദ്ധമായി കണക്കാക്കുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള മറ്റ് നിബന്ധനകളുമില്ല, ചർച്ചകളില്ല, നിബന്ധനകളില്ല. ഇപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഡോക്ടർ മുഹമ്മദ് നബിയുടെ വീട് ബോംബ് വെച്ച് തകർത്തതെന്ന്. ബോംബ് വെച്ച് തകർത്തത് അത് യുദ്ധസമാനമായ പ്രവൃത്തിയാണ് ചെയ്തത്. ഇപ്പോൾ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ചെയ്യാം. നിയമവാഴ്ചയുള്ള രാജ്യം എപ്പോഴാണെന്ന്? നിങ്ങൾ നിയമം പാലിക്കുമ്പോഴാണ് നിയമവാഴ്ച ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ചില ചെറിയ ക്രൈമുകൾ ചെയ്യുമ്പോഴാണ് നിയമവാഴ്ചയ്ക്ക് ഉള്ളിൽ നിർത്തുന്നത്. നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മോട്ടിക്കാൻ കയറിയെങ്കിൽ നിങ്ങളെ ചിലപ്പം ശിക്ഷിക്കുന്നത് വേറെ രൂപത്തിലായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു ബോംബുമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓൺ ദ സ്പോട്ട് വെടിവെക്കും. അയ്യോ അതെന്താ, അയാളെ ജയിലിലാക്കി പിടിച്ച് ചങ്ങല വെച്ച് ജയിലിലാക്കി വിചാരണ ചെയ്യാത്തെന്തെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഒറ്റയടിക്ക് വെടിവെക്കാനേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്ന ആളിനെ. അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് നിയമവാഴ്ചയല്ലേ ഈ നാട്ടിൽ? അയാൾക്ക് അമ്മയും പെങ്ങളും ഇല്ലേ? അമ്മയും പെങ്ങളും ഉണ്ടെന്ന് അയാൾ ഓർക്കണം. ഈ രാജ്യത്തെ തകർക്കാൻ പോകുമ്പോൾ ഇന്ത്യയുടെ സംവിധാനങ്ങളെ തകർക്കാൻ, പാർലമെൻറ്റ് തകർക്കാൻ പോകണം, സുപ്രീം കോടതി തകർക്കാൻ പോകണു, പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും നിലനിൽപ്പിനെ തകർക്കാൻ പോകുന്നു, സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ പോകുന്നു. ഇറ്റ്സ് ഈക്വൽ ടു എ വാർ. യുദ്ധ സമാനമല്ല, യുദ്ധം തന്നെയാണ്. അതായത് ബോർഡറിൽ നടക്കുന്ന അടി അകത്ത് കയറ്റി നടത്തുകയാണ്. യുദ്ധമാണെങ്കിൽ പിന്നെ ലിമിറ്റേഷൻ ഉണ്ട്. പാകിസ്ഥാനിൽ നിന്റെ ബോർഡറിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ നിന്ന് നമ്മുടെ പട്ടാളം അവരുടെ പട്ടാളം കൊണ്ട് നേർക്കുനേർ അടിക്കുന്നതാണ്. ഇതങ്ങനെയല്ല. അവൻ തന്ത്രപൂർവ്വം നുഴഞ്ഞു കയറി നമ്മുടെ ആളിനെ തകർക്കുകയാണ് 32 സ്ഥലത്തിട്ട്. പിന്നെ അതിന് പുറമെ ഡ്രോണും കൂടെ വന്നിപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര വലിയ സ്കെയിലിലുള്ളൊരു പ്ലാനാണ്. ആ പ്ലാൻ നടത്തുമ്പോഴും ഇവിടുത്തെ തീവ്രവാദവാദികൾ പറയുന്നത് എന്താണ്? നിയമവാഴ്ചയ്ക്ക് വിധേയമാക്കിയില്ല എന്ന്. നിയമവാഴ്ചയ്ക്ക് വിധേയമാക്കാൻ പറ്റില്ല. നിയമവാഴ്ചയ്ക്ക് വിധേയമാക്കണമെങ്കിൽ ക്രൈം ചെയ്യുന്നവരെ നിയമവാഴ്ചയ്ക്ക്, ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു, വ്യക്തിപരമായ വിരോധം, അപ്പോൾ അവിടെ നമ്മൾ നിയമവാഴ്ച എടുക്കും. താൻ എന്തിനാ അയാളെ കൊന്നത്? കോടതി ചോദിക്കും, അതിൻ്റെ കാരണം പറയും, എന്നിട്ട് ജീവപര്യന്തം എന്തായിരിക്കും. ചിലപ്പോൾ അവർക്ക് തൂക്കിക്കൊല വിധിക്കില്ല, കാരണം അത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് പറയും. ചിലരെ 10 വർഷം തടവിന് കഴിച്ച് വെറുതെ വിടും. ചിലരെ അത് ആത്മരക്ഷയ്ക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ഇയാളെ കൊലക്കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല, വെറുതെ വിട്ടിരിക്കുന്നു പറയും. ഇത് ആർക്കാണ്? ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ്. ക്രിമിനൽ പ്രവൃത്തി വേറെ, ടെററിസം വേറെ. ടെററിസം ഈസ് ഈക്വൽ ടു വാർ. നമ്മുടെ ഭരണ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും രാജ്യത്തെയും പട്ടാളത്തെയും ജനത്തെയും തകർക്കുന്നതാണ് ടെററിസം. അതേസമയം ക്രിമിനൽ ആക്ടിവിറ്റി അതല്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റുന്നതാണ് ക്രിമിനൽ ആക്ടിവിറ്റി. അല്ലെങ്കിൽ ഞാനും തമ്മിലുള്ള വിരോധത്തിന് നിങ്ങളെ അടിവയറ്റി കുത്തുന്നതാണ് ക്രൈം. അല്ലെങ്കിൽ ഒരു സുന്ദരിയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യുന്നതാണ് ക്രൈം. മറ്റേത് അതല്ല. സംവിധാനമേ തകർക്കുകയാണ്, ഇന്ത്യ ഇല്ലാതാക്കുകയാണ്. അവിടെ നിയമവാഴ്ച പറയാൻ പറ്റില്ല, യുദ്ധമാണത്. അപ്പോൾ ഇത് തന്നെയാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെയുള്ള സന്ദേശം. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഭീകരർക്കും ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഭീകരർക്കും
ഉള്ള സന്ദേശം അതാണ്, യുദ്ധമായി തന്നെ കണക്കാക്കും. ഈ യുദ്ധമായിരിക്കും നടക്കുക. നമ്മുടെ യുദ്ധങ്ങൾ പിന്നെ ഗാസയിൽ നടക്കുന്ന പോലെ നിരന്തര യുദ്ധങ്ങളൊന്നും ആയിരിക്കില്ല. അതിനും നമുക്ക് സ്ട്രാറ്റജി ഉണ്ട്. നമ്മുടെ വികസനത്തിന് തടസ്സപ്പെടുത്താത്ത, അതുകൊണ്ടാണ് നമ്മൾ ചാടിക്കയറി അടിക്കാത്തത്. നമ്മുടെ വികസനത്തിന് തടസ്സപ്പെടുത്താത്ത, നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താത്ത, നമ്മുടെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ നമ്മൾ സുദർശന ചക്രമൊക്കെ എല്ലായിടത്തും ഒക്കെ ഒരുക്കി മാക്സിമം സേഫ്റ്റിയൊക്കെ പാലിച്ചുകൊണ്ട് നടത്തും. എന്നാലും ചിലതൊക്കെ സംഭവിച്ചുകൂടായിരുന്നില്ല. എല്ലാ മിസൈലും നമുക്ക് തടുക്കാനൊന്നും പറ്റിയെന്നിരിക്കില്ല. എല്ലാ തീവ്രവാദ ആക്രമണവും തടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഇപ്പം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ആക്രമണം നടക്കില്ല എന്നിട്ട് ഇപ്പം നടക്കുന്നല്ലോ എന്ന്. നടക്കാൻ പോയി അതിനെ പ്ലാൻ ചെയ്ത് പിടിച്ചതല്ലേ. 2008 മാത്രം 11 ആക്രമണം. നിങ്ങൾ പഴയ ചരിത്രം എടുത്ത് നോക്ക്. മുംബൈ ആക്രമണത്തിന് മുമ്പ് 11 ആക്രമണമാണ് നടന്നത്. തീവ്രവാദ ആക്രമണം എല്ലായിടത്തും, രാജസ്ഥാനിൽ അവിടെ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം നടന്ന ആ ലിസ്റ്റ് ഞാൻ ഈയിടെ നോക്കി. 1998 മാത്രം മുംബൈ ആക്രമണം നടന്നപ്പോൾ 11ഓളം ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്ത് നടന്നിരിക്കുന്നത്. അതായത് എവരി മന്ത്. അതുപോലെ ഒരു ആക്രമണം ഇപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ പഴയ കണക്ക് നോക്ക്, 2000 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2014 വരെ 6 ആക്രമണം, 8 ആക്രമണം, 5 ആക്രമണം, ഇങ്ങനെ ഓരോ വർഷവും ആക്രമണമാണ്. അതായത് 6 മാസം, ഓരോ 2 മാസത്തിലൊരിക്കൽ 6 ആക്രമണം എന്ന് പറഞ്ഞാൽ 2 മാസത്തിലൊരിക്കൽ ഒരു ആക്രമണമാണ്. 8 എന്ന് പറയുമ്പം ഏതാണ്ട് 1.5 മാസത്തിലൊരിക്കൽ ഒരാക്രമണമാണ്. അപ്പം ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന ജനങ്ങൾ സഹിച്ചിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ അത് ആ ആക്രമണത്തിനെ സബോട്ടേജ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കൂടുതൽ അപകടത്തിൽ വരാതെ രക്ഷിച്ചതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ആളുകൾ. ഇതൊക്കെ പക്ഷപാതപരമാണ്. അതായത് ഇന്ത്യ ചെയ്യുന്ന വലിയ ശ്രമങ്ങളെ, ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്ന വലിയ ശ്രമങ്ങളെ, ഇന്ത്യയുടെ ആർമിയും ഒക്കെ ചെയ്യുന്ന വലിയ പ്രവർത്തനത്തെ നമ്മൾ കൊച്ചാക്കി കാണുകയാണ് ചെയ്യുന്നത്. അത് കൊണ്ടാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഇത്രയധികം നമുക്ക് മേൽ കളിക്കാൻ തയ്യാറാകുന്നത്. കാരണം ഇതിനകത്ത് തന്നെ ചില ചിത്രശക്തികളുണ്ടെന്ന് അവർക്കറിയാം. അവർക്ക് വേണ്ടി വാദിക്കുന്നവർ ഇതിനകത്തുണ്ടെന്നറിയാം. അത് നിർത്തുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനിയാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. ഈ രാജ്യത്തെ 150 കോടി ജനങ്ങളും ഇന്ത്യക്ക് വേണ്ടി വാദിക്കുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.